പ്രകാശൻ, ഇവിടെ ആശാവർക്കർമാരുടെ സമരത്തെ പൊളിക്കാൻ CITU വന്നപ്പോഴത്തേക്ക് അതിനകത്ത് അംഗൻവാടിക്കാരും മഹിളാ അസോസിയേഷൻകാരൊക്കെ പോട്ടെ, അവരും സമരത്തിലിരുന്നുണ്ട്. പക്ഷേ ആശാവർക്കർമാരെ ബലിയാടാക്കുന്ന പ്രഹസന സമരം അവസാനിപ്പിക്കുക എന്നൊരു ബോർഡ് CITU പിടിക്കുന്ന എന്തൊരു പ്രഹസനമാണ് മാഷേ. ആലോചിച്ച് നോക്കൂ. ഞാൻ പിന്നെയും ചോദിക്കുന്നത്, രാജ്യചരിത്രത്തിൽ ഒരു സമരത്തെ പൊളിക്കാൻ ബദൽ സമരമായി ഇറങ്ങിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇടതുപക്ഷം. എം പ്രകാശൻ, നിങ്ങൾ എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യം. ഒരു സമരത്തിൻ്റെ അടുക്കി എന്നിട്ട് അവർ വിളിക്കുന്ന മുദ്രാവാക്യം കേട്ടോ, സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികൾ അംഗീകരിക്കുക. സ്കീം വർക്കേഴ്സ് പറഞ്ഞാൽ അംഗൻവാടിക്കാർ വരും എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും സ്കീം വർക്കേഴ്സിൽ അവർ വരുമല്ലോ. സ്കീം വർക്കേഴ്സിൽ അംഗൻവാടിക്കാർ വരും. അംഗൻവാടിക്കാർ മാത്രമല്ല, ഈ പറയുന്ന നമ്മുടെ റിസോഴ്സ് ടീച്ചേഴ്സ് അവർ സ്കീം വർക്കേഴ്സിന് വരും. അവരുടെ മുദ്രാവാക്യം വിളിക്കുന്നത് അംഗൻവാടി. നിങ്ങൾക്കെതിരാ താല്പര്യത്തിനാ ഈ CITU നടത്തിയ സമരം അത് ആശക്കാരുടെ സമരമല്ല എന്ന് സ്ഥാപിക്കാനല്ലേ? ഇത് നെറികെട്ട രാഷ്ട്രീയം എന്നല്ലാതെ വേറെ എന്താ ഇതിന് പറയുക? അല്ല മാഷെ, ആശക്കാരുടെ സമരമാണോ അത്? മാഷ തന്നെ ഇപ്പൊ പറഞ്ഞ ആശക്കാരുടെ സമരം അല്ല, എന്നിട്ട് മാഷ തന്നെ പറയാണ് എന്റെ ആവശ്യമാണെന്നാണ്. നിങ്ങൾ പറയുന്നത് സ്കീം വർക്കേഴ്സിന്റെ സമരമാണോ ഇന്ന് വേണ്ടത്? ആശക്കാരുടെ സമരമാണോ? കാര്യങ്ങൾ അറിയാന്ന് 24 നിങ്ങൾ മുദ്രാവാക്യം കേട്ടോ. അല്ല മാഷ് പറ, സ്കീം വർക്കേഴ്സ് എല്ലാവരും ചേർന്ന സമരമായിരുന്നോ? ആശാവർക്കർമാരുടെ സമരമായിരുന്നോ? നിങ്ങൾ എന്തിനാ അതിനിങ്ങനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം? നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ടത് എന്താ? സ്ഥാപിക്കേണ്ടത് നടത്തിയ സമരം ആശക്കാരുടെ സമരമല്ല. അവിടെ നിന്നെല്ലാം സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവന്ന് CITUക്കാർ നടത്തിയിട്ടുള്ള ഒരു പ്രഹസന സമരമാണ്. അതൊക്കെ പറഞ്ഞ പോരെ? നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ. നിങ്ങളെ അല്ല, എന്നാ പിന്നെ ആങ്കർ പ്രസംഗിച്ചാ പോരെ? ഒരു കാര്യം ചെയ്യ, ആങ്കറുടെ 1 മണിക്കൂർ നേരത്തെ പ്രസംഗം വെച്ചാൽ പോരെ? നിങ്ങൾ ഇതിനെ ചർച്ച വെക്കുന്നേ? നിങ്ങൾ വിളിച്ചിട്ട് 3-4 പേരെ ഇവിടെ CPM-നെതിരായിട്ട് പറയാൻ വേണ്ടി നിങ്ങൾ ചട്ടം കെട്ടി. നിങ്ങളും എതിരായിട്ട് പറയുന്നു. എന്നെ പറയുന്ന അനുവദിക്കണം. എൻ്റെ വായിൽ കയറിയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പടപടാന്ന് അക്കൗണ്ടിലേക്ക് വന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 11 മാസമായിട്ട് ഒരൊറ്റ പൈസ ഇപ്പോൾ പറഞ്ഞല്ലോ BJP-യുടെ ആൾ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആരോഗ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു ആശക്കാരുടെ പൈസ 120 കോടി രൂപ കൊടുക്കാനുണ്ട്. അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന NHM-നെ പറ്റിയല്ലേ? NHM-ന്റെ പൈസ 900 കോടി രൂപ കൊടുക്കാനുണ്ട്. ഈ കേരളത്തിൽ കൊടുക്കുന്നില്ല. അതൊന്നും പണം നിങ്ങൾക്ക് കണ്ണില്ല. ആശക്കാർ ഈ സമരത്തിനിടയ്ക്ക് എനിക്ക് 17,000 രൂപ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ആശയുണ്ട്. നിങ്ങൾ അവരുടെ വാർത്ത കൊടുത്തിട്ടുണ്ടോ? 13,000-ലേറെ കിട്ടുന്ന ആളുകൾ 21,000 ഉണ്ട്. അവർ നടത്തിയ പത്രസമ്മേളനമുണ്ട്. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കില്ല. എന്തുകൊണ്ട്? അത് LDF ഗവൺമെന്റിന് അനുകൂലമാണ്. നിങ്ങൾ ഈ പറഞ്ഞ LDF ഗവൺമെന്റ് എതിരാണെങ്കിലേ കൊടുക്കുള്ളൂ. എന്നിട്ട് അവർക്ക് വേണ്ടി പറയാം പടപടാന്ന് വരുന്നു. എന്ത് പടപടാന്ന് വരുന്നു? 11 മാസമായിട്ട് ശമ്പളം കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 2-ാം തീയതി ഇവിടെ പാർലമെന്റിൽ 1860-ാമത്തെ ചോദ്യത്തിന് മന്ത്രി കൊടുത്ത മറുപടി ഞാൻ വായിക്കാം. ആശാസ് ആർ NSA to be community health volunteers entitled to task or activity based incentive. Ashas receives a fixed monthly incentive of ₹2,000 per month for routine and recurring activities. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത മറുപടിയാണ്. എന്ന് പറഞ്ഞാൽ ആശക്കാർക്ക് ആകെ കൊടുക്കുന്ന റെമ്യൂണറേഷൻ 2,000 രൂപയാണ്. ഇപ്പോൾ BJP-ക്കാരൻ പറഞ്ഞല്ലോ 60:40 ആണ്. നേരത്തെ 100% ആയിരുന്നല്ലോ, ഇപ്പോൾ 60:40 ആണ്. പക്ഷേ ഏതിൻ്റെ 60:40? 3,000 രൂപയുടെ 60:40 ആണ്. അല്ലാതെ 10,000-ൻ്റെതല്ല. 7,000 രൂപ കൊടുക്കുന്ന പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ബാക്കി 3,000 രൂപയുടേത് 2,000 കേന്ദ്രം, 1,000 സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ കേരളത്തിലെ ഗവൺമെൻറ് 13,000 രൂപ കിട്ടുന്ന ഒരു ആശാവർക്ക് 11,000 രൂപ കൊടുക്കുന്ന LDF-ൻ്റെ ഗവൺമെൻറ്റാണ്. അത് പറയണ്ടേ നിങ്ങൾ? ഞങ്ങൾ ഒറ്റക്കാർ ആശക്കാരുടെ സേവനത്തെ കുറിച്ചും അവരനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ആരെക്കാളും നിങ്ങൾക്കതറിയാം. ആശക്കാർ വലിയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. വളരെ കുറഞ്ഞ വേതനമേ ഉള്ളൂ. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം, അവരെ സ്ഥിരപ്പെടുത്തണം, അവർക്ക് മാന്യമായ വേതനം കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് അതെല്ലാം ഇപ്പോഴേ അറിയുള്ളൂ. എന്തുകൊണ്ട്? ഇപ്പോൾ CPM വിരുദ്ധ സമരം ആരംഭിച്ചിരിക്കുന്നു. അപ്പം അറിയാം. നേരത്തെ ഈ മുദ്രാവാക്യമായിട്ട് CITU സമരം നടത്തിയാൽ നിങ്ങൾ കാണില്ല. കാരണം CITU-വിനാണ് സമരം. ഈ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിലെ സമരം. ആ സമരത്തിൽ വൃന്ദാക്കാരായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സമരം. അവരാവശ്യപ്പെട്ടത് എന്താ? സ്കീം വർക്കർമാരെ സ്ഥിരം ജീവനക്കാരായിട്ട് അംഗീകരിക്കണം, അവർക്ക് സ്ഥിരം നിയമനം കൊടുക്കണം, അവരുടെ റെമ്യൂണറേഷൻ 30,000 വർദ്ധിപ്പിക്കണം. ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കാവുന്ന വാർത്തയാവില്ല. എന്തുകൊണ്ട്? അത് നരേന്ദ്രമോദിക്കെതിരാണ്, ആ BJP-ക്കെതിരാണ്. വാർത്തയാവില്ല. കേരളത്തിൽ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അവൻ്റെ ആരോഗ്യമന്ത്രിയുടെ വീട് വളർന്നിട്ടുണ്ട് ആശക്കാർ. നിങ്ങൾക്ക് വാർത്തയാവില്ല. കാരണം ഉമ്മൻചാണ്ടിക്കെതിരാണല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 500 രൂപ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ.
അവർ ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് വാർത്തയാവില്ല. ഈ ഗവൺമെന്റ് 3500 രൂപ ഒന്നാമത്തെ പിണറായി ഗവൺമെന്റ് കൊടുത്തു. ഇപ്പോൾ 2500 രൂപ അധികം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഏറെ റെമ്യൂണറേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത് കേരളമാണ്. നിങ്ങൾക്കതൊന്നും വാർത്തയാവില്ല. എം പ്രകാശ് മാഷ്, ഇതിപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ സമരം ആശാ വർക്കർമാരുടെ സമരമാണോ അതോ സ്കീംഡ് തൊഴിലാളികളുടെ മൊത്തം എല്ലാവരെയും ഇറക്കി നടത്തിയ സമരമാണോ? ശ്രീ എം പ്രകാശൻ, CITU നിങ്ങൾക്കിപ്പോൾ അത് ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാ വേണ്ടേ? നിങ്ങൾക്കിപ്പോൾ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാ വേണ്ടേ? ആ സമരം ഉദ്ഘാടനം ചെയ്ത ആള് ആശാ വർക്കറാണെന്ന് ചോദിച്ചാൽ അല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ സമരം ആശാ വർക്കർമാരുടെ സമരമായിരുന്നോ അതോ മാഷ് തന്നെ പറയുന്നത് പോലെ ഈ സ്കീംഡ് അംഗനവാടി തൊഴിലാളികൾ, മറ്റ് CPM പ്രവർത്തകർ, മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന സമരമായിരുന്നോ? ശ്രീ എം പ്രകാശൻ, നികൃഷ്ടമായ നിലപാടാണ്. എന്നിട്ടാണോ മാഷെ നിങ്ങൾ അവരുടെ സമരം വീർക്കിൽ സമരമാണെന്ന് പറയുന്നത്? എന്നിട്ടാണോ മാഷെ നിങ്ങൾ അവരുടെ സമരം 1000 പേരും ഇല്ലാത്ത സമരമെന്ന് പറയുന്നത്? എം പ്രകാശൻ മാഷെ, അവിടെ നിങ്ങൾ CITU ആശാ സമരത്തിന് ബദലായി സമരം ഇറക്കുന്നു. ആശാ വർക്കർമാരുടെ സമരം, അതിൽ വരുന്ന എല്ലാവരും അംഗനവാടിക്കാർ, പാർട്ടി പ്രവർത്തകർ, മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എല്ലാവരും കൂടി ഇറക്കിയിട്ടാണ് നിങ്ങൾ ഈ പാവങ്ങളെ 1000 പേരെന്ന് അധിക്ഷേപിക്കുന്നത്. എം പ്രകാശൻ മാഷെ, ലോജിക്ക് വേണ്ടേ? ഒരു വാക്യം പറയട്ടെ. അങ്ങനെയൊന്നല്ലെന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം സംബന്ധിച്ച് ഗവൺമെന്റ് പറഞ്ഞു 7%, 2000-ൽ താഴെയാണ് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ. ബാക്കി എല്ലാവരും ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്താ പ്രശ്നം? പിന്നെ അവിടെ ആശക്കാർ കുറെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ മൈക്കുകാരൻ ഒറ്റ ആശക്കാരന് കാണാത്തത്? നിങ്ങളുടെ TV-കാരന് ആശക്കാരെ കാണാനാവുന്നില്ലല്ലോ. മൈക്ക് ചോദിച്ചവരൊക്കെ അംഗനവാടിക്കാരെന്നാ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ അവരെയൊക്കെ മാറ്റുകയും ചെയ്തു. നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ട, അല്ല, ഞാൻ പറഞ്ഞത് അംഗനവാടിക്കാർക്ക് എന്താ കുഴപ്പം? അംഗനവാടിക്കാർ തെരുവിൽ സമരം നടത്തി സ്ഥാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അതെ, പക്ഷെ ഈ സമരത്തിൽ ഈ അംഗനവാടിക്കാരെ മാത്രം തെരഞ്ഞെടുക്കേണ്ട കാര്യം എന്താ? തെരഞ്ഞെടുപ്പൊന്നുമല്ല, നമ്മൾ പോയി നമ്മുടെ സലീം മൈക്ക് വെച്ച് ചോദിച്ചവർക്ക് അംഗനവാടിക്കാരെന്ന് പറഞ്ഞു. അത് നമ്മുടെ കുറ്റമാണോ സലീമിന്റെ കുറ്റമാണോ? പോട്ടെ, അത് എന്തൊരു ശുദ്ധൻ. അല്ല, ഞാൻ പറഞ്ഞ അംഗനവാടിക്കാർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നേ. അംഗനവാടിക്കാർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. ആശാ വർക്കർമാർക്ക് സമരം ചെയ്യാൻ അവകാശം. ഇത് കേരളമല്ലേ? സമരത്തിൽ പങ്കെടുക്കുന്ന ആശക്കാരെ നിങ്ങൾ കാണില്ല. വേറെ കാര്യമൊന്നുമില്ലെന്ന് തിമിരം കൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന ആശക്കാരെ നിങ്ങൾ കാണില്ല. ഓക്കെ, ഞാൻ എസ്മിനോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അല്ല, ജസ്മിനി, ഈ പറഞ്ഞ ഇതിൽ മാഷ് പറഞ്ഞ 21,000 വരെ പൈസ കിട്ടുന്നവരുണ്ട്, 17,000 കിട്ടുന്നവരുണ്ട്. ചോര തന്നെ കൊതുകിന്റെ ദോഷം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്ഷ്യം ഒറ്റ കാര്യമാണ്. ഈ സമരം CPM-നെതിരായിട്ട് തിരിക്കണം. ആ താല്പര്യം നിങ്ങൾക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ആശക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം അവർ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. LDF-ന്റെ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്ന്. ശരി, രാഷ്ട്രീയ പ്രബുദ്ധയുള്ള ആശാ വർക്കർമാരാണ് ആരൊക്കെയോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണെന്നോ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നതാണെന്നോ ജമാഅത്തെ ഇസ്ലാമി SDPI സംഘടനത്തിൽ കൊണ്ടുവന്നവരാണെന്നൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അങ്ങിപ്പോൾ പറയുകയാണ് കേരളത്തിലെ ആശമാർ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ഒരു തർക്കമാക്കരുതില്ല. കേരളത്തിലെ ആശമാർ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സംസാരിക്കൂ. ഈ സമരത്തിൽ സമരം മിനി മാത്രമൊന്നുമല്ല. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മിനി മാത്രമൊന്നുമല്ല. ആ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോട് സംസാരിക്കൂ. അവരുടെ ആവശ്യത്തിൽ അവർക്ക് ഒന്നാന്തരം ധാരണയുണ്ട്. അവർ പറയുന്ന രാഷ്ട്രീയത്തിൽ അവർക്ക് ഒന്നാന്തരം ക്ലാരിറ്റി ഉണ്ട്. അതിനെ പാട്ടപ്പിരിവ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതായി പോകില്ല മാഷ്.